വർഷത്തിലധികം പഴക്കമുണ്ട് മാനാഞ്ചിറ മോഡൽ സ്കൂളിന്റെ പഴയ കെട്ടിടത്തിന്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ ഓടുകളിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങി ചുവരുകളെല്ലാം നനഞ്ഞു കുതിർന്നു. കഴുക്കോലുകളും ഉത്തരവും ചിതലരിച്ചു. ക്ലാസ് മുറിയിലെ ബെഞ്ചുകളും ഡെസ്കുകളും നശിച്ചു. ഒരു നല്ല കാറ്റു വീശിയാൽ മതി മേൽക്കൂര നിലം പൊത്താൻ. രണ്ടു വർഷമായി അപകടാവസ്ഥയിലാണ് കെട്ടിടം. പൈതൃക കെട്ടിടമായതിനാൽ പൊളിച്ചു നീക്കാൻ തടസ്സങ്ങളുണ്ട്. നവീകരണത്തിന് കോർപ്പറേഷൻ ഇടപെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മൂലയിൽ അവിടെ കാണാം പൊട്ടി തൂങ്ങിക്കണം മൂലഭാഗം. ആ മൂലഭാഗം തൂങ്ങി താഴേക്ക് വീണാൽ അതിൻ്റെ മുകളിലും വീണും ഒക്കെ താഴേക്ക് വീഴും. ചട്ടി അടിയത്തെ ചട്ടി വീണാൽ ഞാൻ മുകളിൽ ചട്ടി വീഴുന്ന മാതിരിയോ സംഭവം. നവീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ DD പോയിട്ട് നമ്മളൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരോട് പോയിട്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുക്കാനാണ്. ഇത് പൊളിക്കാൻ പറ്റില്ല, ഹെറിറ്റേജ് ബിൽഡിംഗ് സംരക്ഷിക്കണം എന്നാണ് സർക്കാർ നയം. അപ്പോൾ നമ്മളോടൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, ഫണ്ട് പാസ്സാക്കാൻ പറ്റും നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ ബിൽഡിങ്ങിനും ഇപ്പോൾ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിനും ഫിറ്റ്നസ് ഇല്ലായിരുന്നു 4-5 കൊല്ലമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫിറ്റ്നസിൻ്റെത് കോർപ്പറേഷൻ തള്ളിയ സമയത്ത് ഇവർക്ക് കൃത്യമായ സാധനം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അന്ന്. നിലവിൽ കെട്ടിടത്തിൽ ക്ലാസുകളില്ല. എന്നാൽ ഓടുകൾ കഴുക്കോലിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാൽ ഏതു നിമിഷവും താഴെ വീണേക്കാം. അബദ്ധത്തിൽ കുട്ടികൾ കെട്ടിടത്തിലേക്ക് പോയാൽ ഓടുകൾ ചിലപ്പോൾ തലയിൽ വീഴാനുള്ള സാധ്യതയുമുണ്ട്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന ടൗൺ പോലീസിന്റെ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടമായതിനാൽ രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണിവിടം. മഴയും കാറ്റുമൊക്കെയുള്ള കാലമാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടമാണിത്. ഇതിന്റെ നവീകരണത്തിനേതായാലും മേൽക്കൂര ഇടിഞ്ഞു വീണ് വലിയൊരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റിൻ മാത്യുവിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.